Hello, hi, welcome to a new video. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റിവ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താ സംഭവം എന്ന്. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമാണ് ഹീറ്റ് സ്റ്റീമർ ഹെയർ സ്പാ ക്യാപ്പ് അല്ലെങ്കിൽ ഇനതെർമൽ ഹീറ്റർ ഹെയർ സ്പാ ക്യാപ്പ് എന്നും കൂടി പറയാം. ഇത് പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതെ, ഇത് നമ്മൾ ഒരു ഹെയർ സ്പാക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നോർമലി നമ്മൾ സെലൂൺസിലൊക്കെ ഒരു ഹെയർ സ്പാ ചെയ്യുമ്പം എന്താണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീമറാണ്, ഒരു വലിയ മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ സെൽഫ് യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒരു നെയ്ബർക്ക് ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആ ഒരു സ്റ്റീമർ വാങ്ങുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഇത്രയും വില കൊടുത്ത ഒരു സ്റ്റീമർ വാങ്ങില്ല അല്ലേ. എന്നാൽ അതിനുവേണ്ടി നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ആ ഒരു സ്പാ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി മെത്തേഡായിട്ടാണ് ഈ ഒരു ഹെയർ സ്പാ ക്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഹെയർ സ്പാ ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആൻറ്റി ഫ്ലെയിം ഹീറ്ററാണ്, ഒരു ആൻറ്റി ഫ്ലെയിം ക്യാപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാപ്പാണ്. ഇനി ഈ പ്രൊഡക്ട്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക അല്ലേ. നമ്മൾ ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യുക. നമ്മൾ ഹെയറിലേക്ക് ക്രീമൊക്കെ അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഇത്ര മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹീറ്റ് വരുന്നത് വെച്ചാൽ ഇവിടെ ഇതൊരു വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വയറ് കണക്ട് ചെയ്തതിൽ ഇങ്ങനെയാണ് പ്ലഗിങ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കൺട്രോളർ ഉണ്ട്, അതായത് ഹീറ്റ് കൺട്രോളർ. ഇതിൽ 2 ലെവൽ ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. ഇതിൽ 2 ലെവൽ ഓഫ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലെവൽ ഓഫ് ടെമ്പറേച്ചർ ആണോ ഫേവറേറ്റ് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. 2 ശേഷം ഇത് പ്ലഗിങ് ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതാണ് നമ്മളെ ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് നമ്മൾ ഹെയറിൽ കീപ്പ് ചെയ്യുക. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയാണ്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മളെ ഹെയറിൽ വെച്ചാൽ ഹീറ്റ് വരുമ്പം ഈ പ്ലാസ്റ്റിക്കൊക്കെ ചൂടത്ത് ഇങ്ങനെ ഇതാവുമല്ലോ, അതുപോലെ ഉരുകി പിടിച്ച് നമ്മളെ ഹെയറിലൊക്കെ പിടിക്കും. നിങ്ങൾക്ക് അങ്ങനെ പല ഡൗട്ട്സ് ഉണ്ടാവും. എന്നാൽ അതൊന്നും വേണ്ട, ഇതൊരു ആൻറ്റി ഹീറ്ററാണ് പറഞ്ഞു, ആൻറ്റി ഹീറ്റ് ആയിട്ടുള്ളൊരു ക്യാപ്പാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ എത്ര ഹീറ്റ് ഈ പറയുന്ന ഒരു ഹീറ്റ്, അതായത് 2 ലെവൽ ഓഫ് ഹീറ്റ് ഏത് വന്നാലും നിങ്ങൾക്ക് അതൊന്നും എഫക്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റീമർ വെക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഹെയറിൽ ഒരു ക്രീം അപ്ലൈ ചെയ്തു, നമ്മൾ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീമർ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ ക്രീം നമ്മളെ ഹെയറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, ക്രീം ആയാലും ഓയിലായാലും അതുപോലെ തന്നെ ആ ഒരു സെയിം എഫക്റ്റ് ഇതും തരും. ഇതിലേക്കൂടെ ഹീറ്റ് വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ക്രീം നമ്മളെ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ചെയ്ത് എല്ലാം ഹെയറിലേക്ക് പിടിക്കും. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞല്ലോ, ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്യാൻ പറ്റും. ഇത് വാഷിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഇതൊരു ക്ലോത്ത് ആണ് അല്ലേ, കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതന്നെ വാഷ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ ഒരു സിബ്, ഇത് കണ്ടോ, ഒരു സിബ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിബ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സിബ് ഇതേപോലെ ഓപ്പൺ ചെയ്യാം, നമുക്ക് ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൽ നമുക്ക് ഈ ഒരു സംഭവം പുറത്തേക്ക് എടുക്കാം, അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് പുറത്തേക്ക് എടുക്കാം. ഇത് മാത്രം വാഷ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ. ഇതൊരു കോട്ടൺ പോലെ ഒരു സംഭവമാണ്. അപ്പം ഇത് നിങ്ങൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പോകുമെന്ന് വിചാരിക്കേണ്ട, ഇത് വാഷ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ കവറിങ് ഇതിപ്പോൾ ബ്ലാക്ക് കളറിലാണ്. ഇനി വെറൈറ്റി കളേഴ്സിലുണ്ട് കേട്ടോ. അതപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല ചൂസ് ചെയ്യാം, നമ്മുടെ മിഡോസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വോൾട്ടേജ് ഒക്കെ പറയുകയാണെങ്കിൽ കറണ്ട് 20 വോൾട്ട് ആൻഡ് 50 ഹെർട്സ് ആണ്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ 65 വാട്ട്സ് ആണ്. കേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു 113 സെൻറ്റിമീറ്ററോളം ലെങ്ത്താണ് ഇതിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു കസ്റ്റമർ എന്തായാലും ഇരുന്നിട്ടായിരിക്കുമല്ലേ ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഇത് വെച്ച് ഇവിടെ ഒരു പ്ലഗിങ് ഉണ്ടെങ്കിൽ പ്ലഗിങ് ചെയ്യാം. ഇത് 113 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കേബിൾ എങ്ങനെയെങ്കിലും വെച്ച് സെറ്റ് ചെയ്യാം. 113 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കളർ ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു കുഞ്ഞി വീഡിയോ. അപ്പോൾ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്പാണ്. എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിഡോസിൽ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഇത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ മിഡോസിലേക്ക് കോൺടാക്ട് ചെയ്തതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിഡോസിൻ്റെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ID മിഡോസ് ബ്യൂട്ടി എന്നാണ്. അതിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്.
സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.